പശ്ചിമേഷ്യൻ സംഘർഷത്തിലുടനീളം ഇറാൻ ഉപയോഗിച്ചത് ചൈനയുടെ ആയുധങ്ങളും രാസവസ്തുക്കളും സാങ്കേതിക വിദ്യകളുമാണ്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി US റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഇറാനും ചൈനയുമായിട്ടുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഇതിനു മുൻപേ തന്നെ അവിടെ പരസ്യമായതാണ്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ രഹസ്യമായ അന്വേഷണത്തിലൂടെ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വ്യക്തമായ യാഥാർത്ഥ്യം മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. US കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സ്ഥാപനമായ US ചൈന എക്കണോമിക് ആൻഡ് സെക്യൂരിറ്റി റിവ്യൂ കമ്മീഷൻ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പുതിയ റിപ്പോർട്ട് ഇക്കാര്യവും അതിനെ സംബന്ധിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ചൈനയുടെ പങ്കിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാന് മാരകമായ ഡ്രോണുകൾ, ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനങ്ങൾ, മിസൈൽ, ഇന്ധന, രാസവസ്തുക്കൾ എന്നിവയെല്ലാം തന്നെ ചൈന ഇതിനോടായി തന്നെ ഇറാന് നൽകിയതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഉടനീളം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ ചൈന നൽകിയ ആയുധങ്ങളും രാസവസ്തുക്കളും സാങ്കേതിക വിദ്യകളും ഇറാൻ ഉപയോഗിക്കുന്നു എന്നതാണ് ഇവിടെ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം. 2026 ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങൾക്ക് മുൻപുള്ള ദിവസങ്ങളിൽ ഇറാന് സൈനിക ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ചൈന സജീവമായി തന്നെ ഏർപ്പെട്ടിരുന്നു എന്നതാണ് ഇവർ പുറത്തിറക്കിയ ഒരു തലക്കെട്ടിൽ ആ ഒരു രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ചൈന ഇറാൻ ഫാക്ട് ഷീറ്റ് എന്ന തലക്കെട്ടോടുകൂടിയുള്ള റിപ്പോർട്ടിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അവകാശപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. കേര റോക്കറ്റ് ഇന്ധന ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന രാസവസ്തുക്കൾ അത് ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഈ ചൈനയാകട്ടെ ഇവിടെ അനുമതി നൽകിയതായുള്ള ആരോപണമാണ് ഈ കമ്മീഷൻ ഉന്നയിക്കുന്നത്. 2026 മാർച്ച് 2 ഇറാനിയൻ സർക്കാർ ആകട്ടെ അതിൻ്റെ ഉടമസ്ഥതയിലുള്ള 2 കപ്പലുകൾ ചൈനയിലേക്ക് അവിടെ അവരുടെ തുറമുഖത്തേക്ക് ഈ രാസവസ്തുക്കൾ വഹിച്ചുകൊണ്ടുള്ള കപ്പൽ പുറപ്പെട്ടതായി തന്നെയാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ മിസൈൽ പദ്ധതിക്ക് സഹായമായി തന്നെ 2025 ജനുവരിയിൽ അവിടെ ചൈന ഇറാനിലേക്ക് ഏകദേശം 1000 ടൺ സോഡിയം ആണ് ഇതിനായി തന്നെ കയറ്റുമതി ചെയ്തതായി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാൻ ചൈന ഈ ഒരു രീതിയിലുള്ള ഔഷധ കൂട്ടുകെട്ട് ഏകദേശം വലിയ രീതിയിൽ തെളിയിക്കപ്പെടുന്നതായി തന്നെയാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ഇറാൻ, ഇറാഖ്, ജോർദാൻ, ലെബനൻ രാജ്യങ്ങൾക്ക് അടിയന്തര മാനുഷിക സഹായം നൽകാനും ചൈന തയ്യാറാണ് എന്ന തരത്തിലുള്ള വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവായ ലിൻ ജിയോ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ യുദ്ധം ഇറാനിലെയും പശ്ചിമേഷ്യയിലെയും മറ്റ് രാജ്യങ്ങളെയും ജനങ്ങൾക്ക് അസഹനീയമായ ദുരന്തങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് എന്നും നിലവിലെ സാഹചര്യത്തിൽ ചൈനയ്ക്ക് ദുഃഖമുണ്ട് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അടിയന്തരമായി തന്നെ മാനുഷിക സഹായം വേണമെന്ന് അടുത്തിടെ തന്നെ ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ചൈന സഹായം നൽകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. യുദ്ധം പശ്ചിമേഷ്യയിൽ 2.5 കോടി ആളുകളെ അഭയാർത്ഥികളാക്കി മാറ്റുകയാണ്. ഇറാനൊപ്പം തന്നെ ജോർദാൻ, ലെബനൻ, ഇറാഖ് എന്നിവിടങ്ങളിലെ ജനങ്ങളെയും യുദ്ധം വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ലെബനനിൽ 80,000-ഓളം ആളുകൾ അഭയാർത്ഥികളായി തന്നെ മാറിയെന്നും കഴിഞ്ഞയാഴ്ച ഇറാനിൽ ബോംബ് ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സയ്ക്കായി തന്നെ ചൈനയാകട്ടെ $20,000 സഹായം നൽകിയതായും ഇറാനുമായി നല്ല സൗഹൃദ ബന്ധം പുലർത്തുന്ന ചൈനയാകട്ടെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയോടും ഇസ്രയേലിനോടും നേരത്തെ ആവശ്യപ്പെട്ടതായി തന്നെയുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.